വർഷങ്ങളായി ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ CPM-ഉം കോൺഗ്രസും ഇത് അംഗീകരിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്. പലപ്പോഴും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. ഇവിടെ മുസ്ലിം വോട്ട് ബാങ്ക്, അങ്ങനെയാണ് പറയുക, മുസ്ലിം വോട്ട് ബാങ്ക് അതൊരു വോട്ട് ബാങ്കാണ്, ഒരു സമുദായത്തിന്റെ മൊത്തം വോട്ടാണ്. ഈ സമുദായത്തിന്റെ മൊത്തം വോട്ട് കിട്ടണമെങ്കിൽ അവരെപ്പോഴും നമ്മളിങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, അവരെങ്ങനെ സോപ്പടിച്ച് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവരെന്ത് തെണ്ടിത്തരം ചെയ്താലും, അവരെന്ത് നീചപ്രവൃത്തി ചെയ്താലും അതിന് നേരൊക്കെ നമ്മൾ കണ്ണടയ്ക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടിൽ മാത്രമാണ് താല്പര്യം. അപ്പൊ CPM-ന് നന്നായിട്ട് അറിയാം, VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ആൾക്കാർ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. പക്ഷേ ലവ് ജിഹാദ് എന്നൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു പക്ഷേ ടെക്നിക്കലി അത് ശരിയായിരിക്കും. കാരണം നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച്, നീതിന്യായ സംവിധാനങ്ങൾ അനുസരിച്ച് ലവ് ജിഹാദ് എന്ന് പറയുന്ന ടേം അവിടെയൊന്നുമില്ല. ലവ് ജിഹാദ് എന്നത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പദമാണ് ലവ് ജിഹാദ്. അങ്ങനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു എന്നും, പക്ഷെ അത് നടക്കുന്നില്ല എന്ന് CPM-ഉം നമ്മുടെ കോൺഗ്രസ്സുകാരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. ആ സിനിമ റിലീസായ സമയത്ത് ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഇത് റിലീസ് ചെയ്യരുത്, ഇതാരും കാണരുത്, ഇത് കേരളത്തെ ആകെ അപഹസിക്കുന്ന സിനിമയാണ്, കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നില്ല, ലവ് ജിഹാദ് എന്ന സംഭവമേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ആ സിനിമ റിലീസ് ചെയ്തു, പല ആൾക്കാരും കണ്ടു, OTT പ്ലാറ്റ്ഫോമിൽ ആ സിനിമയുണ്ട്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ദേശീയ അവാർഡ് ഈ സിനിമയുടെ സംവിധായകന് കിട്ടുന്നത്. അപ്പോഴാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പിണറായി വിജയൻ പറയുന്നത് ഇത് ഏറ്റവും വലിയ മോശമായി പോയി, അതായത് BJP സർക്കാരിന്റെ ഏറ്റവും നെറികെട്ട അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വർഗീയ വിഷം വമിപ്പിക്കുന്ന BJP സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഇത്. ഇതെന്ത് സിനിമയാണ്, ഇത് സിനിമയാണോ, ഇത്തരം സിനിമകൾക്ക് എങ്ങനെയാണ് അവാർഡ് കൊടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം രോഷം കണ്ടത്. ഞാനിപ്പോ ഇത് പറയാൻ കാരണം, ഇത് ഇന്നത്തെ കേരള കൗമുദിയാണ്. കേരള കൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറി ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പൊറാട്ട് നാടകം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മളതല്ല, ഈ ഒരു മെയിൻ സ്റ്റോറിയുടെ അതേ വലിപ്പത്തിൽ ഈ വലതുഭാഗത്തുള്ള വാർത്തയാണ്. ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുഭാഗത്തെ വാർത്തയേക്കാൾ പ്രാധാന്യം വലതുഭാഗത്തെ വാർത്ത എന്നാണ് ഞങ്ങളൊക്കെ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ചത്. കാരണം അതാണ് ഒരു വായനക്കാരൻ ആദ്യം കണ്ണിലുടക്കുന്നത് പത്രത്തിന്റെ വലതുഭാഗത്താണ് എന്നാണ് സാധാരണ ഈ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാറുള്ളത്. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ കേരള കൗമുദിയുടെ ഏറ്റവും കണ്ണായ സ്ഥാനത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന വാർത്തയാണ് മതം മാറ്റാൻ സമ്മർദ്ദം, മർദ്ദനം, കാമുകൻ റമീസ് അറസ്റ്റിൽ, വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവം.